പക്ഷേ BJP-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നിയമസഭാ ഇലക്ഷനുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ കഴിഞ്ഞു, ഹരിയാനയിൽ കഴിഞ്ഞു, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞു. ഇവിടെയൊക്കെ മിന്നും വിജയമാണ് BJP സ്വന്തമാക്കിയത്. അതിനുശേഷം നടന്നിട്ടുള്ള ചില ഇലക്ഷനുകൾ, അതായത് പിന്നെ ഈ നിയമസഭാ ഇലക്ഷനുകളൊന്നുമല്ല, ഈ തെലങ്കാനയിൽ MLC-യിലേക്കുള്ള ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ നന്ദിഗ്രാമിൽ ഉൾപ്പെടെ ചില ഇലക്ഷനുകൾ നടന്നു. അവിടെയൊക്കെ BJP-ക്ക് മിന്നുന്ന വിജയമാണ്. ഇപ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ സീറ്റൊന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നതും മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ BJP-ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഒരു സർവേ ഉണ്ടായിരുന്നു, മൂഡ് ഓഫ് ദി നേഷൻ്റെ അടക്കമുള്ള ഒരു സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ വരെ BJP-ക്ക് 14-7% വരെ 7 മുതൽ 14% വരെ പിന്നെ സീറ്റുകൾ കിട്ടി BJP-ക്ക് കൂടുതൽ സ്ട്രോങ് ആവും എന്നുള്ള വിധത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മാഷിനെ നോക്കിക്കാണുന്നത്? BJP-ക്ക് അനുകൂലമായിട്ട് വളരെയധികം മാറ്റം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരെണ്ണം ബംഗാളിലാണ് നമ്മൾ കണ്ടത്. ബംഗാളിൽ 2021 ഇലക്ഷൻ നടക്കുമ്പോൾ ബബാനിപൂർ മണ്ഡലത്തിൽ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 58,832 വോട്ട്സ് ആയിരുന്നു. അത്രയും ഗംഭീരമായ ഒരു പൊസിഷനിലാണ് അവർ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈയിടെ ഒരു ഇലക്ഷൻ നടന്നു, അത് നന്ദിഗ്രാമിലാണ്. നന്ദിഗ്രാമിൽ നടന്നത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കാർഷിക കോർപ്പറേഷനിലേക്കാണ്. നന്ദിഗ്രാം കാർഷിക കോർപ്പറേഷനിലേക്കാണ് ഇലക്ഷൻ നടന്നത്. 12 സീറ്റിലേക്ക് മത്സരം നടന്നു. അതിൽ 12 BJP-ക്ക് കിട്ടിയത് 12 സീറ്റാണ്. 12 സീറ്റും ഈ നന്ദിഗ്രാമിലുള്ള 12 സീറ്റും അവർക്ക് തന്നെ കിട്ടി. അപ്പോൾ അവിടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്കൊക്കെ വട്ടപൂജ്യമായിപ്പോയി. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വട്ടപൂജ്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വട്ടപൂജ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പൊതുവിൽ അതിശക്തമായ ഒരു പാർട്ടിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് തന്നെയല്ല, നന്ദിഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു ഐക്കോണിക് സ്ഥലമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ബംഗാളിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്നതിൻ്റെ നാന്ദി കുറിച്ചത്. അവിടെ ഈ ഭൂമി ഏറ്റെടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ബുദ്ധദേവ് ഭട്ടാചാര്യ വേറെ ഒന്നും നോക്കിയില്ല, ഭൂമി എടുക്കണമെന്ന് തീരുമാനിച്ചു തന്നെ. അതുപോലെ സിംഗൂരും എടുക്കാൻ പോയി. അവർക്കൊന്നും നോക്കാനില്ലായിരുന്നു. കാരണം 2006 ബുദ്ധദേവ് ഭട്ടാചാര്യ അധികാരത്തിൽ വരുമ്പോൾ അത് തുടർച്ചയായിട്ടുള്ള 7ാമത്തെ വിജയമായിരുന്നു LDF-ൻ്റെ. അതോടുകൂടി ബാക്കിയുള്ളവരൊക്കെ ഇല്ലാതെയായി പോണൊരു സാഹചര്യമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തിരുവായ്ക്കെതിരുവായില്ല എന്നുള്ള കണ്ടീഷനായിരുന്നു. അങ്ങനെ അവർ ഈ ഭൂമി ഏറ്റെടുക്കാൻ പോയി. പിന്നെ ഭൂമി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറി. അവിടെയുള്ളൊരു കാർഷിക ഭൂമി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി പിന്നെ വലിയ ബഹളമായി കഴിഞ്ഞിട്ട് 14 പേര് മരിച്ചു. അതിൽ 2 പേര് സ്ത്രീകളായിരുന്നു. അതോടുകൂടിയാണ് അവിടെ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് വന്നത്. അത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നിട്ട് പെട്ടെന്ന് അതങ്ങ് മറവിയിലേക്ക് പോയി. അങ്ങനെ അവിടെ ഈ ബംഗാളിനെ പറ്റി പറയുമ്പോൾ പലരും പല എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഡെഡ് ആസ് എ ഡോഡോ എന്ന് പറയാറുണ്ട്, ഗോൺ വിത്ത് ദി വിൻഡ് എന്ന് പറയാറുണ്ട്, തിങ് ഓഫ് ദി പാസ്റ്റ് എന്നൊക്കെ ഇപ്പോൾ CPM-നെ പറ്റി പറയുന്നത്. മലയാള ഭാഷയിൽ ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോയി മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ഒരു പ്രസക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയുടെ തുടക്കം കുറിച്ചത് നന്ദിഗ്രാമിലാണ്. ആ നന്ദിഗ്രാമിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം വരുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാറ്റം അന്ന് 2007 തൊട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന പോലെ ഇപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഒരു മാറ്റം വരികയാണ് ഈ തൃണമൂൽ കോൺഗ്രസ്സിന്. അവിടെ 12 സീറ്റിൻ്റെ മത്സരം നടന്നിട്ട് 12 സീറ്റിൽ 12ലും അവർ തോറ്റുപോയി. പിന്നെ ഈ തൃണമൂലിൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആണെന്ന് അവർക്കറിയാം. ഈ കോൺഗ്രസ്സൊക്കെ അടുക്കാനായിട്ട് വരുമ്പോൾ അവർ അടുപ്പിക്കാറില്ലായിരുന്നു. അവരെ സ്നബ് ചെയ്ത്, ഇൻസൾട്ട് ചെയ്ത്, ഹ്യൂമിലേറ്റ് ചെയ്ത് വിടലാണ് പതിവ്. അല്ലാതെ അവരോട് യാതൊരു അടുപ്പവും കാണിക്കാറില്ലായിരുന്നു. അങ്ങനെ അടുപ്പൊന്നും കാണിച്ചില്ല. ഈ പ്രാവശ്യം ഈ പറഞ്ഞ നന്ദിഗ്രാം കാർഷിക കോർപ്പറേഷൻ ഇലക്ഷനിൽ അവർ ദേ ഹാവ് കം എ ക്രോപ്പർ, അടിച്ച് തല്ലിപ്പോയി, ഒന്നുമില്ലാതെയായിപ്പോയി. അതാണ് ഈ പറഞ്ഞ നന്ദിഗ്രാം അല്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ വേറെ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ഇലക്ഷൻ നടന്നു. അത് തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ MLC ആയിട്ടുള്ള ഇലക്ഷൻ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലാണെന്നാണ് അവിടെ. അപ്പോൾ ആ ഇലക്ഷനിൽ ഇതേപോലെ ചില സ്ഥലങ്ങളിൽ കരീംനഗർ, മേഡക്, നിസാമാബാദ്, ആദിലാബാദ് മുതലായ സ്ഥലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. അവിടെ നടന്ന ഇലക്ഷനിൽ ഇതേപോലെ BJP തൂത്തുവാരിയേക്കാണെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന അൺകൺഫേംഡ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തൂത്തുവാരി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കരീംനഗർ പോയിക്കോട്ടെ, അല്ലെങ്കിൽ നിസാമാബാദ് പോയിക്കോട്ടെ, ആദിലാബാദ് പോയിക്കോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ പല സീറ്റുകളും വരും പോകും ഇലക്ഷനിൽ, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഒരു സീറ്റ്, അതിൻ്റെ ചരിത്രം കോൺഗ്രസ്സിനെ കുത്തി നോക്കും കുറേ കാലത്തേക്ക്. അത് മേഡക്കാണ്. മേഡക്ക്, അതായത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്നൊക്കെ പോയി പിന്നീട്
80 ഇലക്ഷൻ നടന്നപ്പോൾ മേടക്കിലാണ് അവർ മത്സരിച്ചത്. 2 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് കയറിപ്പോന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ തിരസ്കരിക്കപ്പെട്ട ഒരു കണ്ടീഷനൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഒരു തിരിച്ചുവരവൊക്കെ നടത്തി മേടക്കിൽ നിന്നും ജയിക്കുമ്പോൾ അവർക്ക് 2 ലക്ഷത്തിലേറെ വോട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ പ്രൈം മിനിസ്റ്ററായി. ആ പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ മേടക്കിനെയാണ് അവർ പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ അത്രയും വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട സീറ്റാണ് കോൺഗ്രസ്സിന് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ഈ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങേരുടെ പേര് ബാഗാ റെഡ്ഡി എന്നാണ്. ബാഗാ റെഡ്ഡിയാണ് പിന്നീട് അവിടെ ഈ സീറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മത്സരിക്കാൻ തുടങ്ങി. അദ്ദേഹം 1989 തൊട്ട് 1999 വരെ തുടർച്ചയായിട്ട് അദ്ദേഹം വിജയിച്ചു. 4 ഇലക്ഷൻ ജയിച്ചായിരുന്നു. ഈ വക സംഭവ വികാസങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന മേടക്ക്. ആ മേടക്കിൽ നിന്നാണ് അവർ തുടച്ച് മാറ്റപ്പെട്ടു, നീക്കപ്പെട്ടു എന്നുള്ള അവസ്ഥ. അപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ്സിന് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത നിലയിലായി. മാത്രമല്ല BJP ആണെങ്കിൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പറഞ്ഞ സീറ്റുകളൊക്കെ അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ തെലങ്കാനയിലെ അവസ്ഥ. അതേപോലെ വേറൊരു സ്ഥലം ഈയിടെ ഇലക്ഷൻ നടന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു ഛത്തീസ്ഗഡിലാണെങ്കിൽ അവർ തൂത്തുവരാണ് ഈ ഛത്തീസ്ഗഡ് ലോക്കൽ ബോഡി പഞ്ചായത്ത് ഇലക്ഷൻ ഇതിലെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഏത് സ്റ്റേറ്റിൽ നടന്നു കഴിഞ്ഞാലും വളരെ അത്ഭുതാവഹമായ വിജയമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ തോതിലുള്ള ബൈ ഇലക്ഷൻ പോലെയൊക്കെയാണ് നടക്കണമെങ്കിൽ പോലും ഈ നടക്കുന്ന ഇലക്ഷൻ നടക്കുന്ന സീറ്റുകളിലൊക്കെ BJPക്ക് കിട്ടാണ്. പിന്നെ അതൊരു സൂചനയാണ്, ഒരു സൂചനയാണ്. അപ്പോൾ ആ സൂചന വളരെ പ്രകടമായത് ഹരിയാനയും മഹാരാഷ്ട്രയൊക്കെ നേടിയപ്പോൾ തന്നെ വലിയ വിജയമായിരുന്നു. പക്ഷേ വളരെ നിർണായകമായൊരു വിജയമാണ് ഡൽഹിയിൽ കിട്ടിയത്. ഡൽഹിയിൽ അവിടെ കെജ്രിവാളൊക്കെ നടന്നിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഡൽഹി പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട മോഡിജി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നതാണ്. അപ്പോൾ അവിടം പിടിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞ പോലെയായി. പിന്നെ ഇപ്പോൾ ഈ നടക്കുന്ന ഓരോ ഇലക്ഷനിലും ഇങ്ങനെയാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് അങ്ങനെ BJP കുറേയും കൂടി സ്ട്രോങ് ആണ്. കേരളത്തിലാണ് നമ്പർ 1 കേരളയിലാണ് BJP ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. കാര്യമായിട്ട് BJP ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ചില സൂചനകൾ വരാണ്. പല സ്ഥലത്തും ഇപ്പോൾ ഒന്നിച്ച് കൂട്ടമായിട്ട് BJPയിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ചിലയിടത്ത് കാണുന്നുണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് കണ്ടിരിക്കുന്നത് ഉദയനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉദയനാപുരം കോട്ടയം ഉദയനാപുരത്ത് സംഭവിച്ചിരിക്കുന്നത് 70 DYFIക്കാർ ഒരുമിച്ച് BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അവർ DYFI വിട്ട് BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ചില ചേഞ്ചസ് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു കമ്മ്യൂണൽ ഇൻഫ്ലുവൻസ് കേരളത്തിലുണ്ട്. അപ്പോൾ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യാതിരുന്ന പലരും ഇപ്പോൾ BJPയിലേക്ക് വരുന്നു. അതേപോലെ ഈ DYFIക്കാർ ഇത്രയും പേര് ഒരുമിച്ച് വരുന്നതൊക്കെ ഒരു സൂചനയാണ്. സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെ നല്ലൊരു സൂചനയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന അതാണ്. അവർ BJP ഈസ് എമർജിങ് വെരി സ്ട്രോങ് നൗ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇത് വലിയൊരു സൂചന തന്നെയാണ്. കാരണം അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം അടുത്ത ബംഗാൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ബീഹാർ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇലക്ഷനിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന തരത്തിൽ തന്നെയാണ് ഈ ഇലക്ഷനുകളൊക്കെ സൂചന നമുക്ക് തരുന്നത്. ഒരുപക്ഷെ ഒരു സൂചനയും കൂടി വരും. ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ കേരളത്തിൽ നല്ലൊരു ടെക്ടോണിക് ഷിഫ്റ്റ് ഉണ്ടായേക്കാം. സാധ്യതയുണ്ട് തീർച്ചയായിട്ടും.